Hello, welcome back to the video of Sibling Squad. അങ്ങനെ കേസ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും അതുപോലെ തന്നെ സാമ്പാറും ആണ് കേട്ടോ. സൈഡിൽ ചായക്ക് വേണ്ടിയിട്ടാ കോഫി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പിന്നെ തീമ അങ്ങനെ ചായക്ക് വേണ്ടിയിട്ട് പാത്രം പാലും വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ കുക്കറിന് വിസിലൊക്കെ വന്ന് ഗൈസ്, അപ്പോഴേക്കും അതൊരു പൂച്ച ഗൈസ്, ഒരു കള്ളിപ്പൂച്ച, മീശയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ പൂച്ചക്ക്. അങ്ങനെ ആ പൂച്ച ഇങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുക. ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് നിൽക്കാൻ കേട്ടോ. അതിൻ്റെ അടുക്കോൾ വീഡിയോ എടുക്കുന്നതാണ്. പിന്നെ നനക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ വെയിലാകുമ്പോൾ ഒന്ന് ആറിടാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെയാണ്. സോ ഇതിപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് കൈയോടെ നനക്കേണ്ടത്, പക്ഷെ കൈയോടെ നനക്കുന്ന പോലെ തന്നെ സെറ്റാക്കി. അങ്ങനെ ഞാനിത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ്, ഒരുങ്ങിയിട്ടെല്ലാമായി. ഇനിയിപ്പോൾ ഫുഡൊക്കെ ഒന്ന് എടുത്തേക്കണം ലഞ്ചിന്, സ്കൂളിലേക്ക് ടിഫിന് സെറ്റാക്കി. ഇത്രയാണ്. പിന്നത്തെ രാവിലെ തന്നെ പുറത്ത് വ്യൂ ഒക്കെ കാണിച്ചിരുന്നുണ്ട്. ഓൾ വായിലൊക്കെ തുറന്നിട്ട് പുറത്ത് എന്തൊക്കെ നടക്കുന്നത് എന്തൊക്കെ കാണിച്ചിരിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ രാവിലെ എണീക്കാൻ കുറച്ച് മടിയാണ് ഗൈസ്. അത് പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ഒരു മടിയാണ്. അതിന് കുറച്ച് ചെരുപ്പൊക്കെ കാണിച്ചിരുന്നുണ്ട് ഗൈസ്. അങ്ങനെ പുറത്തോട്ട് നോക്കുക, നല്ലൊരു ഔട്ട് വ്യൂ നടക്കാറുണ്ട് ഗൈസ്. സോ ഇതാണ് രാവിലെ തന്നെ വ്യൂ എന്ന് പറയുന്നത്. ഗൈസ്, ഇത് ഇവൾക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് നെഹിമ ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ബെസ്റ്റ് ഫ്രണ്ട്, ദിസ് ഈസ് ബെസ്റ്റ് ഫ്രണ്ട്. എന്ത് കാണിച്ചു കൊടുക്ക്, വ്യൂവേഴ്സിനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ ഗൈസ്. രാവിലെ ഇങ്ങനെയാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. സമയം ഓരോർക്ക് ലേറ്റ് ആയിട്ട് എണിച്ച് കഴിഞ്ഞാൽ ചടപട അങ്ങോട്ടും ഇങ്ങോട്ടും പായൽ തന്നെ ആയിരിക്കും ഗൈസ്. നേരത്തെ എണിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം കേട്ടോ, നല്ല ഭയങ്കര സമാധാനത്തിൽ തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എല്ലാ വിശേഷങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചടപട ടിഫിൻ എടുത്തേക്കണം. അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. രാവിലെ തന്നെ ഭയങ്കര ഒരു എന്തായിട്ട് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന ഗൈസ് കമൻറ്റ് ചെയ്യുക എണീക്കുമ്പോൾ എങ്ങനെയൊക്കെയാണെന്ന്. പിന്നെ ഇതാ ചായക്ക് ആൾ കണ്ട് നിൽക്കുന്നത് കൊണ്ട് ചായ തിളക്കുന്നില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ചായ തിളച്ച് ഉമ്മാടുന്നതിനിടയ്ക്ക് കൈ കൊണ്ട് എന്തൊക്കെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. പാട്ടൊക്കെ പാടുന്ന കേട്ടോ, പണ്ടത്തെ മാപ്പിള പാട്ടുകളൊക്കെ പാടി ഉമ്മ ആസ്വദിച്ച് പണിയെടുക്കുകയാണ് ഗൈസ്. അങ്ങനെ ചായയിലേക്ക് ഞാനാന്ന് ചായപ്പൊടി ഇടുന്നത്, ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടാ. അങ്ങനെ ചായപ്പൊടിയൊക്കെ ഇട്ട് നല്ലൊരു ചായ റെഡിയാക്കുകയാണ്. അപ്പോൾ എത്ര അടിച്ച് കടുപ്പം വരുന്നില്ല ഗൈസ്. അപ്പോൾ ഉള്ളവർ മതി, അത് ഇട്ടെങ്കിൽ ആവും എന്ന് പറഞ്ഞു. അത് തിളച്ച് വരുമ്പോൾ കടുപ്പാവും എന്ന് പറഞ്ഞു. അപ്പോൾ കണക്കിട്ട തേങ്ങയില്ല ഗൈസ്, ഞാൻ പിന്നെയും ഇരിക്കും ഇട്ട്. അങ്ങനെ ഇതാ കണ്ടില്ലേ, പിന്നെയും ഇട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ സംഭവമൊക്കെ റെഡിയായി. പരിപ്പ് സാമ്പാറിനുള്ളതും ആയിട്ടാണ്. പിന്നെ ഗൈസ് രാവിലെ തന്നെ പുതിയൊരു അതിഥീനെ കണ്ടിട്ടുള്ള വീഡിയോ എടുത്ത് തന്നിട്ടാ. അപ്പോൾ പേടിച്ച് ഗൈസ്, ഒരു പൂച്ചയാണ് ഗൈസ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ സ്കൂളിലൊക്കെ വന്ന് ഓളോളെ ചെങ്ങായിൻ്റെ ഒക്കെ പോയിട്ടാണ്. നമുക്ക് അത്യാവശ്യം കോളേജിലൊക്കെ പോകാനുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ സർട്ടിഫിക്കറ്റിൽ വാങ്ങാൻ വേണ്ടിയിട്ട്, അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് കോളേജിൽ പോയിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ അവളെ ചെങ്ങായി എന്തോ ക്രാഫ്റ്റ് എല്ലാം ആക്കുന്നപ്പോൾ അങ്ങനെ സാധനമൊക്കെ എടുക്കാൻ പോയതാണ്. അങ്ങനെ അവിടെ നിന്ന് അവൾ വീഡിയോ എടുത്താന്ന് കേട്ടോ. ഇതിനൊന്നിന് 60 ഉണ്ട്. Oh my god. ഈ സാധനത്തിന് എന്ത് 120 ഒരു ബുക്കിൻ്റെ ആവശ്യം അങ്ങനെ നോക്കാം.
അല്ലടാ എനിക്ക് ബോക്സിൽ വാങ്ങുന്നതിന് 120 എനിക്ക് യൂട്യൂബിലിടാനോ പിന്നെ നല്ല കവറുണ്ട് ഗൈസ് ഹാമ്പറിലാക്കുന്നൊക്കെ നല്ലത് ഓള് ഹാമ്പറിൻ്റെ ആളാണ് അപ്പോൾ ഒക്കെ ഓള് സോപ്പിൻ്റെ ഇതെല്ലാം മേടിച്ചിട്ട് പേപ്പർ സോപ്പ് ആംബിയൻ്റെ ആൾ അത് ഭയങ്കര ബിസിയില്ലേ ഗൈസ് പൈസൻ്റെ കൊണ്ടുവന്ന് അടുത്ത് താങ്ങ ആയിട്ടാ ഞാൻ നോക്കല് ഗൈസ് അവൾ പറയുന്നത് ഞാൻ പറയേണ്ടത് പേപ്പർ സോപ്പ് ഹലോ അങ്ങനെ ഗൈസുള്ള എലീന ബോക്സ് കൺഫേം ആക്കിയിട്ട് ആ ബോക്സാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് പറയുന്നത് വീഡിയോയിൽ. അങ്ങനെയൊക്കെയാണ് ഗൈസ്. മാമ്പഴം കുടിക്കാൻ ഒലിവിലഞ്ചില്ല ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഗൈസ് ഇവർ രണ്ടാളത്തും ഉണ്ടാ പോയിട്ട് പിന്നെ അവൽ മിൽക്കും അതുപോലെ തന്നെ എന്ത് പറയുന്നതിന് ക്ലബ് സാൻഡ്വിച്ച് അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവളനുഭവത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഉണ്ടായിന്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നൊക്കെ പറയൂ. നല്ല ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഓളോടെ തന്നെ ഉണ്ടിട്ട രണ്ടാൾക്കും കൂടിയിട്ട് റെക്കോർഡാക്കാൻ ഓരോരു പേന ഗൈസ്. അങ്ങനെ ഞാൻ തന്നെ പറയുകയാണ്, എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പുതിയ പുതിയ നല്ല നല്ല വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ ഒക്കെ ഷെയർ ആക്കാം. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എന്നിട്ട് ഇതാ നേരെ പോക്കാണ് കേട്ടോ ഇവർ. തടി വെക്കാനായില്ല, കുറക്കാൻ നോക്കി. തടി വെക്കാൻ നേന്ത്രം കൈ വാങ്ങിട്ട് പോകണം ഗൈസ്. നമ്മളിപ്പോൾ കഞ്ഞങ്ങൾ ഉണ്ട് ഗൈസ്. ഇങ്ങനെ നമ്മൾ ആകാശങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. മഴ പെയ്യുന്നുണ്ട് ഗൈസ്, പാറുന്നുണ്ട്. അങ്ങനെ പിന്നെ അതിനെ അവർ സ്കൂളിൽ നിന്ന് കൂട്ടി പിന്നെ നമ്മൾ പുരൻ്റെ അടുത്ത് എത്തിയിട്ട് അങ്ങനെ ഒരു ബേക്കറിയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ്. മിച്ചർ, റസ്ക്, പിന്നെന്ത് വാങ്ങിയത് ഗൈസ്, പൂവപ്പം. 6 നമ്പർ ഗൈസ്. അത് കുറേ പേരൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ അവിടെ നിന്ന് പറയുന്ന കമൻറ്റ് ചെയ്യുക ഗൈസ്. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അങ്ങനെ വന്ന് നമ്മൾ പുരയിലെത്തി ചായക്ക് കുടിക്കുകയാണ്. ചായ കോഫിയും മിച്ചറും അങ്ങനെ എല്ലാം തിന്നും കഴിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ മിച്ചർ നല്ല ഉണ്ട് ഗൈസ്. നമ്മൾ ഇക്ക വാങ്ങിച്ചാൽ നല്ല ഇഷ്ടപ്പെട്ടിട്ടാൽ 2ാമത് വാങ്ങിയിട്ടാണ്. ഈ കടലൊന്നുമില്ലാത്ത മിച്ചറാണ് ഒന്നുകൂടി ടേസ്റ്റ് ഇട്ടാ. അങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചായ കുടിക്കാൻ ഇട്ടാ. പിന്നെ ഇത്രയും എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.